ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. അല്ല, അത് തീർച്ചയാണല്ലോ അവരുടെ ഓരോ അവർ പിന്നീട് സ്വീകരിക്കുന്ന നിലപാടുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതിപ്പോൾ പറയും, നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ചെറുപ്പക്കാർ CJP പാർട്ടി ഇവിടെ ആഹ്വാനം ചെയ്ത പ്രൊട്ടസ്റ്റ്, അതിനോടനുബന്ധിച്ച് വന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അവർ വരുന്നതിനായി ഈ ഒരൊറ്റ പേപ്പർ ലീക്ക് മാത്രമാണ് കാരണമല്ല. ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ എന്താണ്? 1 വർഷം 2 കോടി തൊഴിൽ നൽകുമെന്നാണ് പറഞ്ഞത്. ആ 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ അതേ സർക്കാരും അതിന്റെ പ്രധാനമന്ത്രിയും അതിന്റെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്താണ് പറഞ്ഞത്? കുറച്ച് നാൾ കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ അത് നിങ്ങൾ പക്കോട ഉണ്ടാക്കിക്കൊള്ളുക എന്നാണ് പറഞ്ഞത്. ആ ഒരു അപമാനം എന്ന് പറയുന്നത് അത് ഇവരുടെ ഈ ചെറുപ്പക്കാരുടെ എല്ലാം മനസ്സിൽ അടിഞ്ഞുകൂടിയ ഒരു അപമാനമാണ്. ആ രീതിയിൽ ഇതിനെയും ഇപ്പൊ ശ്രീ CP ജോണിന്റെ പ്രസ്താവനയും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ പ്രസ്താവന രണ്ടും ഒരേ തരത്തിലുള്ളതാണ്. ഒരു വ്യത്യാസവും അതിലില്ല. അത് ഉപയോഗപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ ആ അവകാശം ചോദിക്കുന്നവരെ അപമാനിക്കുക എന്നുള്ളത് രണ്ടു കൂട്ടരും സ്വീകരിക്കുന്നതല്ല. ഇത് ഉപയോഗപ്പെടുത്തുന്നവരെ അപമാനിക്കുക എന്നുള്ളതും ഫാസിസ്റ്റുകൾ ഈ രീതിയിൽ പറയുന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ അധികാരത്തിൽ വരാൻ വേണ്ടി എന്തുമാവാം എന്നുള്ള ഒരു പൊതുധാരണ ചില രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സിലുണ്ട്. അതാണിപ്പോൾ പ്രകടമാകുന്നത്. തീർച്ചയായിട്ടും എന്തിനാ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അപമാനിക്കപ്പെട്ട സ്ത്രീകളോട് മാപ്പ് പറയുക എന്നുള്ള ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് സ്വമേധയാ ബോധ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊന്ന് പറയാതിരിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വന്നുപോയി, ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ വന്നുപോയെങ്കിൽ അതിൽ തന്നെ പിടിച്ചു തൂങ്ങാതെ അതിന് സ്ത്രീകളോട് മാപ്പ് പറയേണ്ടത് ആ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഞാനും ഇപ്പോഴാണ് വാർത്ത കണ്ടത്. ഞാൻ വരുന്ന വഴിക്കാണ് വാർത്ത കണ്ടത് അറസ്റ്റിലേക്ക് പോയിരിക്കുന്നുള്ളത്. ഞാൻ പറയുന്ന ഈ എന്തും വിളിച്ചു പറയാം സ്ത്രീകളെ സംബന്ധിച്ച് എന്നുള്ള, പക്ഷെ സ്ത്രീകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമായി മാറുന്ന കാഴ്ചയൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. 15 വയസ്സുകാരി ഇപ്പോൾ ഡൽഹിയിൽ CJP പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വരെ വന്ന് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാപ്പ് ലഭിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. അപ്പം സ്ത്രീകൾ ഇന്നലെ ഇപ്പം ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ക്രൈംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇത് പറയുമ്പോൾ, ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഈ രാജ്യത്തെ ഒരു സ്ത്രീയും അവമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരേപോലെ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റിയാണ്. അന്തസ്സോടെ ജീവിക്കുന്നത്. അത് എത്ര ദരിദ്ര കുടുംബത്തിൽ പിറന്നാലും, എത്ര സമ്പന്ന കുടുംബത്തിൽ പിറന്നാലും, ഏത് ജാതിയിലും മതത്തിൽപ്പെട്ടതായിരുന്നാലും. അപ്പോൾ ഉദയനിധി നടത്തിയ തീർച്ചയായിട്ടും അങ്ങേയറ്റം അപലപനീയമായ ഒരു കമന്റാണ് ഒരു പൊതുയോഗത്തിനിടയിൽ അദ്ദേഹം നടത്തിയത്. തീർച്ചയായിട്ടും അതിനെ അപലപിക്കുക. സ്ത്രീയെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി തന്റെ സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിക്കുകയാണ്. പിന്നെ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് DMK അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതെന്തും വിളിച്ചു പറയുക, അല്ലെങ്കിൽ എന്തെല്ലാം വായിൽ വരുന്നതെല്ലാം അങ്ങ് വിളിച്ചു പറയുക എന്നുള്ളതല്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ഡബിൾ മീനിങ്ങോടൊക്കെ ഉള്ള ഒരു സംസാരം ഇതൊക്കെ വരിക എന്ന് പറയുമ്പം അത് തീർച്ചയായിട്ടും അതെല്ലാം ഇത് 2026 ഈ 2026 ഇത്തരം ഭാഷകൾ മാറ്റേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എല്ലാ വിധത്തിലുള്ള അവരുടെ ഭാഷ അതിലൊക്കെ വരുത്തേണ്ട, സാധാരണക്കാരനോട് സംസാരിക്കുന്ന ഭാഷയിൽ മാറ്റം വരുത്തേണ്ടതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ സ്ത്രീകളെ അടക്കം ഈ രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചെറുതാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നതിൽ ഇന്ന് ഈ കാലഘട്ടം അത് അംഗീകരിക്കില്ല. അതെല്ലാവരും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമാണെങ്കിലും അത് മനസ്സിലാക്കണം. ആ രീതിയിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് സംസാരിക്കേണ്ടത്, സ്വമേധയാ ഒരു നിയന്ത്രണം പാലിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട്, ഏത് പാർട്ടി ആയിരുന്നാലും ശരി.
അല്ല, ആ സമരം ഇനിയും പോരാടാനുള്ള ഫോറങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും അവർ അപ്പീലിന് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. ദേശീയ മഹിളാ ഫെഡറേഷനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരോടൊപ്പം തന്നെയാണുള്ളത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, അത് നമ്മൾക്ക് ഇന്നൊരു നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വിഷയം ഉണ്ടായപ്പോൾ ഈ ഗുസ്തി താരങ്ങൾ ഏറ്റവും ആദ്യം പോയി പരാതി പറഞ്ഞ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടാണ്. പ്രധാനമന്ത്രിയോട് പരാതി പറഞ്ഞിട്ട് പോലും ഒരു വിധത്തിലുള്ള ഇടപെടലും നടത്താതെ ഈ നമ്മുടെ രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് ബിൽഡിംഗ് ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ, ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഒപ്പം പിന്നിൽ ഇദ്ദേഹത്തെ ഇരുത്താൻ പ്രധാനമന്ത്രി തയ്യാറായി എങ്കിൽ പ്രധാനമന്ത്രിയുടെ കുറ്റകരമായ മൗനം ഇതിന്റെ എല്ലാം പിന്നിലുണ്ട്. അത് നമ്മൾ കാണണം. പല ഇത്തരത്തിലുള്ള അതിഹീനമായ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരായി പ്രത്യേകിച്ച് BJPയുടെ MLAമാരും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതല്ലേ ബിൽക്കിസ് ബാനുവിന്റെ കുറ്റവാളികളെ എങ്ങനെയാണ് തുറന്നു വിട്ടതെന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും അതിലെല്ലാം മൗനം അവലംബിക്കുക. അപ്പോൾ ആ മൗനത്തെ ഒരു ഗോ എഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു പച്ചക്കൊടിയായി ഇത്തരം ഫാസിസ്റ്റ് ക്രിമിനലുകൾ കാണുന്നു എന്നുള്ളത്, അതിനെ ആ മൗനത്തെ ആ രീതിയിൽ പോസിറ്റീവായി അവരെടുത്തുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കുറ്റകരമായ മൗനം തന്നെ വലിയൊരു വിഷയമാണ് ഈ രാജ്യത്തെ സ്ത്രീകളെയും അവരുടെ സുരക്ഷയെയും ഒക്കെ സംബന്ധിച്ച്.